ഹലോ ഗെയ്സ്, അപ്പോൾ നാരങ്ങയിൽ ഫാമിലിയിലെ കല്യാണം കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതാണ് നാരങ്ങയിൽ ഫാമിലി, ചെക്കനാണത്. ഇതാണ് നാരങ്ങയിൽ ഫാമിലിയിലെ സുന്ദരികളൊക്കെ. അപ്പോൾ എല്ലാവരും ഇതാ പോവുകയാണ് കേട്ടോ. എല്ലാവരും കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് ലോങ് ആണ്, വടകരയാണ് കല്യാണം ഉള്ളത്. അപ്പോൾ ഇത് ഇതാ പാപ്പൻ്റെ മോള് ആണ്. രണ്ടുപേരത് ചേച്ചി, നേരത്തെ മുന്നിലുള്ളത് ജിൻഷ. ഇത് അമ്മമാരാണ്, ചെറിയ അമ്മമാർ. അത് ഏട്ടനാണ് കേട്ടോ, ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അത് പിന്നെ ഇവർ രണ്ടാളും ചേച്ചിയും അനിയത്തിയാണ്, അച്ഛൻ്റെ അനിയൻ്റെ മക്കളാണ്. അപ്പോൾ ഞങ്ങളുടെ ബസ് വന്നു. നമ്മൾ ബസ്സിൽ ശരത്തേട്ടനാണ് ഡ്രൈവർ. 2 ബസ് ഉണ്ടായിരുന്നു കേട്ടോ കേസ്. അപ്പോൾ അത് ഇവരുടെ മോളാണ്, മോളൂസാണ് കേട്ടോ. ഇത് അവൾക്ക് ഭയങ്കര നാണം. ഇത് നമ്മുടെ ഷാജുവേട്ടൻ, സ്വയം ആർണോൾഡ് വിശേഷിപ്പിക്കുന്ന ഷാജുവേട്ടനാണത്. പിന്നെ ഇത് ചേച്ചി, തൊട്ടപ്പുറത്ത് ശോഭനടുത്ത് എൻ്റെ അയൽവാസിയാണ്, എൻ്റെ അമ്മേൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഇത് അവരുടെ മകനും മരുമകളും മോളുമാണ് കേട്ടോ. വിനീത്, നീതു മോളുമാണ് കേട്ടോ. പിന്നെ എൻ്റെ കുടുംബക്കാർ, ഇതൊക്കെ എൻ്റെ അയൽവാസികൾ കേട്ടോ. പിന്നെ എൻ്റെ തൊട്ട അയൽവാസിയാണിത് ഇവർ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും ചേർന്ന്. വളരെ ഇതാണ് ജിൻഷ, ചെറിയമ്മയുടെ മോളാണത്. മരുമകൾ കേട്ടോ, മരുമകളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം എല്ലാവരും കണ്ടപ്പം. ഒത്തിരി സങ്കടവും വന്നു. കാരണം അമ്മ ഇല്ല എന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര വിഷമമായി. എൻ്റെ അമ്മയും കൂടി ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിനുണ്ടായ കേസ്. അപ്പോൾ നമ്മൾ പിന്നെ അതൊന്നും നമ്മൾ പിന്നെ ഓർത്തില്ല കേട്ടോ. എല്ലാവരും ഉണ്ടല്ലോ കൂടെ. അപ്പം അതങ്ങനെ പോയി, ചിന്തകളൊക്കെ അങ്ങനെ പോയി. ഇത് പാറുക്കുട്ടി, പാറൂസ് എന്ന് പറയും, അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ മോളാണ് കേട്ടോ. അത് അവളുടെ അമ്മയാണത്, പാറൂസ്. അങ്ങനെ ബസ് എടുത്തു കേട്ടോ, ബസ് എടുത്തു. ഇത് എൻ്റെ കസിൻ്റെ മോളാണ്, ഒരു സുന്ദരിക്കുട്ടിയാണ് കേട്ടോ, കസിൻ്റെ മോള്. അപ്പോൾ അവർ രണ്ടാളും പ്ലാൻ ചെയ്യാണ്, നമുക്ക് പാട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഡാൻസ് കളിച്ചാലോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർ ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര കളർഫുള്ളായിരുന്നു, ഭയങ്കര ചില്ലായിരുന്നു അവർ രണ്ടുപേരും കൂടി. അവർക്ക് അങ്ങനത്തെ എന്താ പറയുക, ചടുപ്പും കാര്യങ്ങളൊന്നുമില്ല. അവർ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചു, നല്ല സൂപ്പറായിട്ട് കളിച്ചു കേട്ടോ. അങ്ങനെ ഞാനും വീരും മാത്രമായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്നുണ്ടായിരുന്നത്. ഏട്ടന് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ. അപ്പോൾ ഏട്ടനും ദേവൂട്ടനും അങ്ങോട്ട് പോയി, ഞാനും വീരൂട്ടനും കൂടി ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഈ മുന്നിലിരിക്കുന്ന ആളെ കണ്ടോ, അതാണ് ചേച്ചിയുടെ മകനാണ് കേട്ടോ. അത് അവൻ കുറേ നേരമായി ബസ് ഡ്രൈവർ എടുത്ത് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ബസ് ഡ്രൈവർ മാമ എനിക്ക് തരുമെന്നോ ഓടിക്കാൻ എന്തോ ഒരു ഇതായിരിക്കാം. കുറേ നേരം ആണെങ്കിൽ അവിടെ തന്നെ ഇരുന്നു, പിന്നെ പോകുന്നൊന്നുമില്ലായിരുന്നു. എല്ലാവർക്കും വിശന്നപ്പോൾ പഴം വാങ്ങിക്കൊടുത്തു, പഴം വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കേസ് വടകരയിൽ എത്തി. ഇതാണ് പെണ്ണിൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ടായി തുടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബസ് ചെറിയൊരു ബ്ലോക്കിൽ പെട്ടുപോയി. അപ്പോൾ അങ്ങനെ നിന്ന് പോയതാണ്. അവിടേക്ക് വലിയ ബസ് പോവില്ല, കുഞ്ഞു ബസ്സിൽ പോകുള്ളൂ. അങ്ങനെ ഞങ്ങൾ വേറെ ബസ്സിൽ വന്നു. ആ വടകരയിലുള്ള പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചെറുക്കന് മാലിട്ട് കൊടുക്കും. പക്ഷെ ഞങ്ങളുടെ ഈ കോഴിക്കോട് ഭാഗത്തേക്കൊന്നും അങ്ങനെയില്ല. പെണ്ണിനെ താലി കെട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മാല അങ്ങോട്ടും ഇങ്ങോട്ടും അണിയും. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് താലി കെട്ട്. ഓരോ സ്ഥലത്തേക്ക് ഓരോ ആചാരങ്ങളല്ലേ. അപ്പോൾ എന്തായിട്ടും ശുഭകരമായിട്ട് തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. എന്തായാലും രണ്ടുപേരും നന്നായിട്ട് സുഖമായിട്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടിയിട്ട് നന്നായി കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഭക്ഷണത്തിൻ്റെ ടൈമായി. ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇരുന്നു. വളരെ നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, സമയം കിട്ടിയിട്ടില്ലായിരുന്നു, അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഇപ്പോൾ നല്ല സദ്യയായിരുന്നു കേട്ടോ ഗേസ്. ഇവിടെ സദ്യയായിരുന്നു, ചേച്ചിമാരായിരുന്നു വിളമ്പിയതൊക്കെ. ഒത്തിരി ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് വിളമ്പിയത്. നല്ല വറുത്തുപ്പേരി, ശർക്കരപ്പേരി, അച്ചാർ, അവിയൽ, സാമ്പാർ, പായസം ഉണ്ടായിരുന്നു കേട്ടോ. 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ ഫോട്ടോഷൂട്ടൊക്കെയാണ്, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാവരൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഗേസ്. അവിടുന്ന് ഇറങ്ങി ബസ്സുള്ള സ്ഥലത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നടന്നു പോകുമ്പോൾ കുറച്ച് വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ മാങ്ങ ഞങ്ങൾ പറിച്ചു ഗേസ്. മാങ്ങ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം പറിക്കാമെന്ന്. അങ്ങനെ ഒരു മാങ്ങയൊക്കെ ഞങ്ങൾ അവിടുന്ന് പറിച്ചു. പിന്നെ പിള്ളേർസ് എല്ലാവരും ബസ് കാത്തിക്കുമ്പോൾ അവരുടെയൊക്കെ വീഡിയോ എടുത്ത്. ആരും അടങ്ങി നിൽക്കുന്നില്ലായിരുന്നു, എല്ലാവർക്കും ക്ഷമയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി കിട്ടണേന്നായിരുന്നു. നല്ല വെയിലാണ്, പിന്നെ ബ്ലോക്ക് ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും
വീട്ടിലേക്ക് എത്തി. അപ്പോൾ കല്യാണ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് റിസപ്ഷനാണ് കേട്ടോ. റിസപ്ഷനാണിത്. റിസപ്ഷൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് റെയ്ക്കൂട്ടൻ റെയൂസ്, അപ്പുറത്തേക്ക് നിന്ന് കണ്ണൻ, ടുട്ടു, മോളു, ചിട്ടി, അനു ഇതില്ലല്ലോ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതാ കല്യാണ വിശേഷങ്ങളൊക്കെ തുടങ്ങി. ചെറുക്കനും പെണ്ണും ഞങ്ങളെത്തുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ കേസ്, നല്ല മഴയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതായിട്ട് എല്ലാവരും കൂടി നാരങ്ങീസ് സുന്ദരികൾ എല്ലാവരും കൂടി ഇട്ടത്. പിന്നെ നമ്മുടെ ആര്യ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ആ മഴത്തായിരുന്നു വന്നത്. പിന്നെ ഇതാ എല്ലാവരുടെയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചു. നാരങ്ങയിൽ ഫാമിലിയാണിത്. ഇപ്പം എല്ലാവർക്കും കണ്ടപ്പം ഒരുപാട് സന്തോഷമായി എല്ലാവരെയും കണ്ടപ്പോൾ. അപ്പോൾ ഇവരിത് കണ്ടില്ലേ, അച്ഛൻ്റെ അടുത്തിരിക്കുകയാണ്. ദൈവോട്ടിനോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ കുറുമ്പാണ് ആ കാട്ടുന്നത് കേട്ടോ. അവൻ നല്ല കുറുമ്പ് കളിച്ച് നിൽക്കുകയാണ്. ഇന്ന് അവരുടെ ദിവസമാണല്ലോ. അപ്പോൾ എന്തോ അച്ഛനെന്തിനോ 2 പേരും കൂടി അവിടെ സോപ്പിട്ട് പതപ്പിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇത് എൻ്റെ തൊട്ട അയൽവാസിയായിരുന്നു ഗീതേച്ചി അവരുടെ മരുമകളാണ് കേട്ടത്. പിന്നെ ഇത് എൻ്റെ കുടുംബമാണ് കേട്ടോ. ഇവരൊക്കെ എൻ്റെ കുടുംബമാണ്. ഒക്കെ അച്ഛൻ്റെ ഏട്ടൻ്റെ വൈഫും മക്കളും മരുമക്കളും ഒക്കെയാണ് എല്ലാവരും. പിന്നെ ഇത് ഗീതേച്ചിൻ്റെ ദാദ, ഇവരുടെ അവരുടെ ഹസ്ബൻഡാണ്. ഇതൊക്കെ എല്ലാവരും എൻ്റെ സ്വന്തം. എല്ലാവരും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പറയാൻ തന്നെ വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല. കാരണം കുറേ കാലത്തിന് ശേഷമാണ് എല്ലാവരും ഒന്ന് കാണുന്നതൊക്കെ. ഇത് അവരുടെ ഫാമിലി, അതവിടുത്തെ ഏട്ടൻ. പിന്നെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പ്രബില. ഇനി ഇവൻ്റെ കല്യാണമാണ് ശനിയാഴ്ച ഉള്ളത്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വന്നെടുക്കാൻ. അപ്പോൾ പിന്നെ ഇതാ എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്, അവളുടെ മോളാണത്. അവളെ എല്ലാവരും അറിയാമല്ലോ അല്ലേ, എൻ്റെ ഫ്രണ്ട് നീന. അവളെന്നെ കണ്ട പൊളിച്ച് നിൽക്കുകയാണ് ഫോണും കൊണ്ട് കണ്ടപ്പോൾ. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. എൻ്റെ അയൽവാസിയാണ്. ഇത് അവളുടെ ഹസ്ബൻഡാണ്. അപ്പോൾ എല്ലാവരും വന്നിരുന്നു കല്യാണത്തിന്. മഴ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവായിരുന്നു. പിന്നീട് മഴ ഒന്ന് പോയതിന് ശേഷം വീണ്ടും ആൾക്കാരൊക്കെ എത്തി. അപ്പോൾ ഏകദേശം ഇനി ഞങ്ങൾക്ക് പോകാനായിട്ടുണ്ട്. ഇനി വേറൊരു കല്യാണം ഫങ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതിന് പോകണം. അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്കും ഇവിടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാരങ്ങീൽസ് ഫാമിലീസിൻ്റെ ഡാൻസ് സുന്ദരികൾ. ഇവർ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചതാട്ടോ. ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു. നല്ല അടിപൊളിയായിട്ട്, നല്ല സൂപ്പറായിട്ട്, നല്ല കളറായിട്ടാണ് ഇവർ കളിച്ചത്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഡാൻസ്. എന്തായാലും സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല. കണ്ണൻ, മോളൂസ്, അനു, ടുട്ടു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ നമ്മുടെ ചെറുക്കനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നോക്കി ഇവർ. അപ്പം അവൻ ഡാൻസ് കളിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവനും ഇവരുടെ കൂടെ കൂടി. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി നല്ലൊരു വൈബായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ ചെറുക്കനും പെണ്ണിനൊക്കെ നല്ലൊരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ആശംസിക്കുന്നു. നല്ലൊരു ജീവിതമാവട്ടെ. ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും എല്ലാം ഒത്തുചേർന്ന നല്ലൊരു ജീവിതമാവട്ടെ. കുഞ്ഞുങ്ങളും ഒരുപാട് സന്തോഷമാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം പോവുകയാണ്. അപ്പോൾ ഓക്കെ ഗേസ്, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു, താങ്ക് യു സോ മച്ച്.